വയസ്സായ സിനിമാ താരങ്ങൾക്ക് ഒന്നിച്ചുകൂടി താമസിക്കാൻ ഗ്രാമമുണ്ടാക്കാൻ താരസംഘടന അമ്മ ശ്രമങ്ങൾ ആരംഭിച്ചതായി നടൻ ബാബുരാജ് പറയുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സംഘടന നടപ്പാക്കുന്ന സഞ്ജീവനി ജീവൻ രക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ബാബുരാജ്. നമുക്ക് നമ്മുടേതായ ഗ്രാമമെന്ന ആശയം ലാലേട്ടന്റേതാണ്. നമുക്കെല്ലാം വയസ്സായി കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഗ്രാമം ഉണ്ടാക്കണം. അതിനുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു. ഈ 3 തൂണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാമമല്ല ഒരു പ്രദേശം മുഴുവൻ വാങ്ങും. അതിനുള്ള ധൈര്യം നമുക്കുണ്ട്. വേദിയിലിരുന്ന മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ചൂണ്ടി ബാബുരാജ് പറഞ്ഞു. ഗ്രാമത്തിന്റെ കാര്യം വളരെ കാലം മുമ്പേ പറഞ്ഞതാണ്. സർക്കാരുമായി സംസാരിച്ച് എവിടെയെങ്കിലും കുറച്ചു പേർക്ക് താമസിക്കാനുള്ള സൗകര്യം പണ്ട് തമിഴ്നാട് സർക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ശരിയായി നടപ്പാക്കിയിട്ടില്ല, മോഹൻലാൽ പറഞ്ഞു. ഞായറാഴ്ച നടന്ന പരിപാടിയിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ എന്നിവർ ചടങ്ങിലെ പ്രധാന അതിഥികളായിരുന്നു. കൊച്ചിയിലെ ഓഫീസിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ശേഷമായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ്. നടൻ ശ്രീനിവാസനും പരിപാടിയുടെ ഭാഗമായിരുന്നു. സംഘടനയിലെ 82 അംഗങ്ങൾക്ക് സ്ഥിരമായി ജീവൻ രക്ഷാ ജീവിതശൈലി രോഗങ്ങളുള്ള മരുന്ന് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സഞ്ജീവനി. ആ രംഗത്തിന് പ്രതിവർഷം 1 ലക്ഷം രൂപയുടെ മരുന്നാണ് സംഘടന എത്തിച്ചു നൽകുക. മോഹൻലാലിന്റെ ഈ ആശയം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് അമ്മ എന്ന തലക്കെട്ടോടുകൂടി ഇന്നേ ദിവസം ഈ റിപ്പോർട്ട് വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഈ സൂപ്പർ താരങ്ങൾ ഒന്നിച്ചിരുന്നാൽ എന്തും സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ താരങ്ങളെ മറ്റെല്ലാ ഇൻഡസ്ട്രിയും കണ്ടുപിടിക്കുകയാണ്. അപ്പോഴാണ് ബോളിവുഡ് താരം നസറുദ്ദീൻ ഷാ ചില കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധ നേടുന്നതും. ബോളിവുഡ് താരം നസറുദ്ദീൻ ഷാ അടുത്തിടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കേരളത്തിൽ എത്തിയിരുന്നു. KLF വേദിയിൽ വെച്ച് മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സ്റ്റാർഡം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് താരം സംസാരിക്കുകയും ചെയ്തിരുന്നു. മലയാള സിനിമയിൽ മാത്രം കാണുന്ന അപൂർവ കാര്യമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മോഹൻലാലും മമ്മൂട്ടിയും അവരുടെ സ്റ്റാർഡം നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് ഉപയോഗിക്കുന്നത്. അത് മലയാള സിനിമയുടെ ഭാഗ്യമാണ്. ഇവർ രണ്ടുപേരും പുതിയ സംവിധായകർക്കൊപ്പം ചെറിയ ബജറ്റിൽ ഒരുക്കുന്ന സിനിമയുടെ ഭാഗമാകുന്നു. അത്രയും വലിയ താരങ്ങൾ ഇത്തരത്തിൽ സിനിമ ചെയ്യുന്നത് ഇന്ത്യയിൽ അപൂർവമാണ് എന്നാണ് നസറുദ്ദീൻ ഷാ പറഞ്ഞത്. മമ്മൂട്ടിക്കൊപ്പം പൊന്തന്മാടയിൽ അഭിനയിച്ചതിന്റെ അനുഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത പൊന്തന്മാടയിൽ നസറുദ്ദീൻ ഷായും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭാഗമായ ഏക മലയാള സിനിമയാണിത്. ചിത്രത്തിന് 4 ദേശീയ പുരസ്കാരം ലഭിച്ചു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും സിനിമ നേടിക്കൊടുത്തു. കൂടാതെ മോഹൻലാലിനൊപ്പം നസറുദ്ദീൻ ഷാ എത്താൻ പോകുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ വലിയ സൂചനകളായി പുറത്തു വന്നിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തിൽ നസറുദ്ദീൻ ഷായും എത്തുന്നു എന്ന ഒരു റൂമർ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അനൂപ് സത്യൻ എന്തായാലും മോഹൻലാലിനെ വെച്ചൊരു സിനിമ ഒരുക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്ഥിരീകരണം ഉണ്ടായതാണ്. അതിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളിലാണ് അനൂപ് സത്യൻ എന്നാണ് അന്നറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ സ്റ്റാർ കാസ്റ്റിലേക്ക് വലിയൊരു താരനിര തന്നെ വരുന്നുവെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. അന്നാണ് നസറുദ്ദീൻ ഷായും മോഹൻലാലും ഒക്കെ ഒന്നിക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഇതെന്ന രീതിയിൽ പറയപ്പെട്ടിരുന്നത്. നിവിൻ പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഇഷ തൽവാർ. ഐഷ എന്ന കഥാപാത്രത്തിലൂടെ കേരളത്തിൽ തരംഗമാകാൻ ഇഷ തൽവാറിന് സാധിച്ചു. ഐഷ എന്ന കഥാപാത്രം കേരളത്തിലുണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നും ആയിരുന്നില്ല. മലയാളിക്കരയുടെ മനസ്സ് കവർന്ന ഇഷ തൽവാർ പിന്നീട് കുറച്ച് സിനിമകൾ മാത്രമേ മലയാളത്തിൽ ചെയ്തുള്ളൂ. ഇവ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടതുമില്ല. മുംബൈയിൽ അറിയപ്പെടുന്ന മോഡലായിരിക്കവെയാണ് ഇഷ തട്ടത്തിൻ മറയത്തിൽ അഭിനയിക്കുന്നത്. നായികയായുള്ള തുടക്കം ഈ സിനിമയിലൂടെ ആയിരുന്നു. ഇന്നും മോഡലിംഗിലും പരസ്യ ചിത്രങ്ങളിലും ഇഷ തൽവാർ സജീവമാണ്. ഇപ്പോഴത്തെ ഇഷ തൽവാറിന്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. കോൾഡ് പ്ലേ കോൺസർട്ടിൽ എത്തിയപ്പോൾ ഒരു റിപ്പോർട്ടറോട് സംസാരിക്കുകയായിരുന്നു നടി. താൻ വളരെ ആവേശഭരിതയാണെന്നും 2ാം തവണയാണ് കോൺസർട്ടിൽ എത്തുന്നതെന്നും ഇഷ തൽവാർ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം ആവേശത്തോടെ ഇഷ സംസാരിക്കുന്നത് കണ്ട് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. മലയാളികളും കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. തട്ടത്തിൻ മറയത്തിലെ ഐഷ തന്നെയാണോ ഇതെന്നാണ് പലരും ചോദിക്കുന്നത്. താരത്തിന് നേരെ പരിഹാസ കമന്റുകളും വരുന്നുണ്ട്. ലഹരിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഐഷയ്ക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എങ്ങനെ നടന്ന കുട്ടിയാണ് ഇത്? എന്റെ ആയിഷയല്ല, എന്റെ ആയിഷ ഇങ്ങനെയല്ല, ഞങ്ങളോട് ഇത് വേണമായിരുന്നു, മനസ്സിന്റെ കോണിൽ ഇപ്പോഴുമുണ്ട് ആ ആയിഷ, അതങ്ങനെ തന്നെ സൂക്ഷിച്ചോളാം എന്നിങ്ങനെ കമന്റുകളുണ്ട്. അതേസമയം നിവിൻ പോളിയും വിനീത് ശ്രീനിവാസനെയും എല്ലാം ചിലർ കമന്റ് ബോക്സിൽ ടാഗ് ചെയ്യുന്നതുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കയറി അങ്ങ് വൈറലായിട്ടുണ്ട്.